കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, ബാദുഷ. ഇത് വളരെ ലളിതമായ റെസിപ്പിയാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ ആ ഭാഗങ്ങൾ വരുമ്പോൾ പറഞ്ഞു തരുന്നതാണ്. ആദ്യമായി ഒരു ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. ഇതിലേക്ക് 400 ഗ്രാം പഞ്ചസാര ചേർക്കുക. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ 2 തുള്ളി റോസ് എസൻസും 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർക്കുകയാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക. ഒരു പാത്രം എടുത്ത് അതിൽ 250 ഗ്രാം മൈദ എടുത്തിരിക്കുകയാണ്. ഇതിൽ ചെറിയ കുഴി പോലെയാക്കി 75 ഗ്രാം പശുവിൻ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക. ഇത് രണ്ടും പശുവിൻ നെയ്യിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം മൈദ നന്നായി കുഴച്ചെടുക്കുക. കുഴക്കുമ്പോൾ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് 50 ml വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴക്കാതെ മൃദുവായി വിരലുകൾ ഉപയോഗിച്ച് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്ത മാവ് ഒരു 15 മിനിറ്റ് മൂടി വെക്കുക. ഇനി ഈ മാവ് ആദ്യം ഉരുളകളാക്കി ഉരുട്ടി നടുവിലൊരു വിരൽ ഉപയോഗിച്ച് ദ്വാരമുണ്ടാക്കുക. അതിനുശേഷം വിരലുകൾ കൊണ്ട് ഷേപ്പാക്കുക. 1-2 എണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേഗത്തിൽ ഇത് ചെയ്തെടുക്കുവാൻ പറ്റും. അടുത്തതായി ഒരു ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ആദ്യം ഒരെണ്ണം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. തീ ഒരു മീഡിയത്തിൽ മാത്രം വെക്കുവാൻ ശ്രദ്ധിക്കുക. തീ കൂടിക്കഴിഞ്ഞാൽ ബാദുഷ ഹാർഡായി പോകും. അതുപോലെ തീ കുറഞ്ഞാൽ പൊടിഞ്ഞു പോകാനും സാധ്യത ഉണ്ട്. ചൂട് വളരെയധികം ശ്രദ്ധിക്കണം. ഒരെണ്ണം നന്നായി വന്നാൽ ബാക്കിയുള്ളതെല്ലാം അതേ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം കൈ കൊണ്ടെടുത്ത് നേരത്തെ തയ്യാറാക്കിയ പഞ്ചസാര പാനിയിലേക്ക് മാറ്റുക. ഒരു 10-15 മിനിറ്റ് പഞ്ചസാര പാനിയിൽ കിടന്നു കഴിഞ്ഞാൽ ബാദുഷ കഴിക്കാൻ തയ്യാറായി. എല്ലാവരും ഈ സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.